ഇത്തവണ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ മുരളീധരനാണ്. വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ P ജയരാജനെ നേരിടാൻ തക്ക കെൽപ്പുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് വടകരയിൽ കെ മുരളീധരനെ കോൺഗ്രസ് നിർദ്ദേശിച്ചത്. 1957 മെയ് 14 തൃശൂരിലാണ് കെ മുരളീധരൻ ജനിച്ചത്. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം മാർവാനിയസ് കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളീധരൻ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടി. കുറച്ചുകാലം അഭിഭാഷകനായും പ്രവർത്തിച്ചു. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ കെ കരുണാകരന്റെ മകനായാണ് അദ്ദേഹത്തെ ആദ്യം അറിയപ്പെട്ടിരുന്നത്. കലാലയങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ കെ മുരളീധരൻ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകനും മുൻ ലോക്സഭാ അംഗവുമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന മുരളീധരൻ 3 തവണ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1989 കോഴിക്കോട് നിന്നും ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിച്ചു. അതിനുശേഷം KPCC ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2001-2004 കാലഘട്ടത്തിൽ AK ആന്റണി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ മുരളീധരനായിരുന്നു KPCC പ്രസിഡന്റ്. 2004 ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായും കെ മുരളീധരൻ ചുമതലയേറ്റു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും കെ മുരളീധരൻ ജനവിധി തേടി. ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മുരളീധരൻ 2016 ഈ വിജയം ആവർത്തിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജനപ്രിയ നേതാവായ കെ മുരളീധരൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹം ഒരു മികച്ച MPയും സ്വീകാര്യനായ നേതാവുമായി മാറി. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും P ജയരാജനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കെ മുരളീധരനാണ്. അദ്ദേഹത്തിനുള്ള ജനപിന്തുണയും സ്വീകാര്യതയും മനസ്സിലാക്കി പാർട്ടി തന്നെ അദ്ദേഹത്തെ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയായിരുന്നു.